നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലംബാർ സ്പോണ്ടൈലോലിസ്തസിസ് എന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഈ പടത്തിൽ നോക്കിയാൽ നമ്മളുടെ നട്ടെല്ലിലെ എല്ലുകൾ കാണാം. ഒരു എല്ലിൻ്റെ മുകളിൽ ഒരു എല്ല് എന്ന രീതിയിൽ അടുക്കിയാണ് അത് വെച്ചിരിക്കുന്നത്. ഒന്നിന് മുകളിൽ ഒന്ന്, ഒന്നിന് മുകളിൽ ഒന്ന്, അങ്ങനെ. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ ഒരു എല്ല് ഒരു വശത്തേക്ക് തെന്നി മാറാം. ഈ രണ്ടാമത്തെ പടത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു എല്ലിൻ്റെ മുകളിലുള്ള എല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കുന്നതായി കാണാം. അപ്പം നേരെ മുകളിലും താഴെയും ഇരിക്കേണ്ട നട്ടെല്ല് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ഥാനം തെറ്റിയാൽ, തെന്നി മാറിയാൽ അതിനെ വിളിക്കുന്നതാണ് സ്പോണ്ടൈലോലിസ്തസിസ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ലംബാർ സ്പോണ്ടൈലോലിസ്തസിസ് എന്ന് വെച്ചാൽ നമ്മുടെ നട്ടെല്ല് കഴുത്തിൻ്റെ ഭാഗവും മുതുകിൻ്റെ ഭാഗവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ താഴ്ഭാഗത്തിന് അവിടെ ലംബാർ ഏരിയ എന്ന് പറയുന്നിടത്താണ് ഈ അസ്ഥി തെന്നി മാറുന്നത് കൂടുതലായി കാണാറുള്ളത്. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ L4, L5, L5S1 ഈ രണ്ട് ലെവലിൽ ഈ അസ്ഥി തെന്നി മാറിക്കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ലേ? പലപ്പോഴും രോഗികൾ ചോദിക്കുന്നൊരു കാര്യമാണ്. നല്ലൊരു ശതമാനം ആൾക്കാർക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടി വല്ലതുമൊക്കെ എക്സ്റേ എടുക്കുമ്പോഴായിരിക്കും ഈ അസ്ഥി തെന്നി മാറിയിരിക്കുന്നത് കാണുക. ചിലർക്കൊക്കെ നടുവേദനയും ഇല്ല, കാലുവേദനയും ഇല്ല. അതുകൊണ്ട് തന്നെ ലിസ്തസിസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല, അതിൻ്റെ രോഗലക്ഷണങ്ങൾ രോഗിക്ക് ഉണ്ടോ എന്നതിനെ ആശ്രയിച്ചാണ് അതിനെ ചികിത്സിക്കേണ്ടതുണ്ടോ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ തീരുമാനിക്കുക. എന്താണ് ഈ സ്പോണ്ടൈലോലിസ്തസിസ് ഉണ്ടാകാനുള്ള കാരണം? കൂടുതലും പ്രായം മുമ്പോട്ട് വരുമ്പോൾ, തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നട്ടെല്ലിൻ്റെ ഇടയിലുള്ള ഡിസ്ക് നശിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നട്ടെല്ലിലെ എല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരുന്ന ഫേസറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ തേയ്മാനം കൊണ്ടോ ഒക്കെയാണ് ഈ അസ്ഥികൾ തെന്നി മാറുക. ഈ അസ്ഥി തെന്നി മാറിക്കഴിയുന്നത് എത്രമാത്രമാണ് എന്നതിനെ ആശ്രയിച്ച് അതിനെ ഗ്രേഡ് ചെയ്യാറുമുണ്ട്. വളരെ കുറവ്, ഒരു 25% തെന്നി മാറിയതെങ്കിൽ അതിനെ ഗ്രേഡ് 1 എന്നും, 50% മുകളിലൊക്കെ ആണെങ്കിൽ ഗ്രേഡ് 3 എന്നൊക്കെ പറയും. ഇവിടെ ഈ പടത്തിൽ ഇതിൻ്റെ ഗ്രേഡിംഗ് 1, 2, 3, 4 എന്ന രീതിയിൽ കാണാം. എന്തൊക്കെയാണ് ഈ സ്പോണ്ടൈലോലിസ്തസിസ് ഉള്ളവരുടെ ലക്ഷണങ്ങൾ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചിലർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, സാഹചര്യവശാലായിരിക്കാം ഇത് കണ്ടുപിടിക്കപ്പെട്ടത്. 2, നടുവിൻ്റെ വേദന. മൂന്നാമത്തെ ലക്ഷണം ചിലപ്പോൾ നടുവേദനയുടെ ഒപ്പമോ അതല്ല എങ്കിൽ ഒരു നടുവേദനയും ഇല്ലാതെ കാലുകൾക്ക് വേദന, കാലിന് വേദന, കാല് കഴയ്ക്കുന്നത് പോലെ ഉണ്ടാവുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, നടുവിൻ്റെ വേദനയും കാല് കഴയ്ക്കുന്നതും എല്ലാം ഈ രോഗികൾക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോഴാണ് കൂടുതലായി ഉണ്ടാവുക. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ ഇവർക്ക് വേദന ഒട്ടും തന്നെ കാണുകയില്ല. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ഈ അസ്ഥി തെന്നി മാറുകയും നട്ടെല്ലിൻ്റെ പുറകിൽ ഞരമ്പുകൾക്ക് പോകാനുള്ള സ്പൈനൽ കനാലിന് സ്ഥലം കുറയുകയും ചെയ്യുക. ഇവിടെ ഈ കാണുന്ന MRIയിൽ നിങ്ങൾക്ക് നട്ടെല്ലിൻ്റെ അവിടെ അസ്ഥി തെന്നി മാറിയത് കൊണ്ട് സ്ഥലം ശോഷിക്കുന്ന സ്പൈനൽ കനാൽ ഒരു ചുമന്ന ആരോ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ചിലപ്പോഴൊക്കെ ഈ വേദനയും കാലിലേക്കുള്ള വലിച്ചിലും കൂടാതെ രോഗികൾക്ക് അധിക ദൂരം നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. ഇതിനെയാണ് ക്ലോഡിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു 30 സെക്കൻഡ് നടന്നു കഴിഞ്ഞാൽ പിന്നെ വിശ്രമിച്ച് നിലത്ത് അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നതിന് ശേഷം മാത്രമേ വീണ്ടും നടക്കാൻ പറ്റുകയുള്ളൂ. ഇതുകൂടാതെ ചിലർക്കൊക്കെ മൂത്രം പോകുന്നതിന് തടസ്സം, വയറ്റിൽ നിന്ന് പോകുന്നതിന് തടസ്സം, കാലുകൾക്ക് മരവലുണ്ടാവുക, ഇരിക്കുന്ന ഭാഗത്ത് ചന്തിയുടെ ആ ഭാഗത്തായി മരവലുണ്ടാവുക, ഇങ്ങനെയുള്ള അപകടം പിടിച്ച ലക്ഷണങ്ങളും ഉണ്ടായേക്കാം. എന്തൊക്കെയാണ് ലംബാർ സ്പോണ്ടൈലോലിസ്തസിസ് ഉള്ളവരിലെ പരിശോധനകൾ? പലപ്പോഴും ഇവരെ MRI, CT സ്കാൻ ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ ചെയ്തേക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന എന്ന് പറയുന്നത് നിർത്തിക്കൊണ്ട് എടുക്കുന്ന എക്സ്റേ ആണ്. അസ്ഥി ഇങ്ങനെ തെന്നി മാറിയിരിക്കുന്നത് നമ്മൾ കിടന്നുകൊണ്ട് MRIയും CT ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഒരേ നിരയിലേക്ക് വരാം. കൃത്യമായി എത്രയാണ് തെന്നി മാറിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്
നിർത്തിക്കൊണ്ടുള്ള എക്സ്റേയിൽ നിന്നാണ്. ചിലപ്പോഴൊക്കെ മുമ്പോട്ട് കുനിഞ്ഞും നിവർന്നു നിന്നുകൊണ്ടുമുള്ള എക്സ്റേയും നമ്മൾ ഇവരിൽ എടുക്കും. അപ്പോൾ അസ്ഥി എത്ര തെന്നി മാറുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൂടാതെ അസ്ഥിയുടെ ബലം എത്ര, പ്രായം കൊണ്ടുള്ള തേയ്മാനം എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് ESR, കാൽഷ്യത്തിൻ്റെ ലെവൽ, വൈറ്റമിൻ ഡിയുടെ ലെവൽ, അസ്ഥിയുടെ തേയ്മാനത്തിൽ കൂടുന്ന ALP അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്നതിൻ്റെ ലെവൽ, ഇങ്ങനെയുള്ള മറ്റു പരിശോധനകളും നമ്മൾ ചെയ്യും. ഇനി നമുക്ക് ലംബാർ സ്പോണ്ടൈലോലിസ്ഥസിൻ്റെ ചികിത്സയിലേക്ക് വരാം. പൂർണ്ണമായി ഇത് ക്യൂർ ചെയ്യാനായിട്ടുള്ള ചികിത്സ സർജറിയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ടെസ്റ്റിനെ അല്ലെങ്കിൽ എക്സ്റേ ആധാരമാക്കിയല്ല, രോഗിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നതിനെ ആശ്രയിച്ച് വേണം ചികിത്സയിലേക്ക് നീങ്ങാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്, ഒന്ന്, രോഗികൾ അവരുടെ പോസ്ചർ കറക്റ്റ് ആക്കുക. ഇവിടെ ഈ പടത്തിൽ കാണുന്നത് പോലെ ഇരിക്കുമ്പോൾ നടു നിവർന്നു വേണം അവർ ഇരിക്കാൻ, മുമ്പോട്ടേക്ക് വളഞ്ഞു കുത്തിയിരിക്കാൻ പാടില്ല. ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നത് നടുവിൻ്റെ മുകളിലുള്ള സ്ട്രെയിൻ കുറയ്ക്കാനും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും ഒരു പരിധിവരെ സഹായകമാണ്. പിന്നെ അസ്ഥി തെന്നി മാറുന്നത് കൊണ്ടുള്ള കാലിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നമ്മൾ രോഗികളോട് ബെൽറ്റ് ധരിക്കാൻ പറയും. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ദൂരെ യാത്രകൾ ചെയ്യുമ്പോഴുമൊക്കെ നടുവിന് ബെൽറ്റ് ധരിക്കുന്നത് രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും പിന്നെ പെട്ടെന്ന് ശരീരത്തിന് വരുന്ന നടുക്കം കൊണ്ടൊക്കെ അസ്ഥി കൂടുതൽ തെന്നി മാറാതിരിക്കാനും സഹായിക്കും. നിലത്ത് നിന്ന് നിങ്ങൾ സാധനങ്ങൾ എടുക്കുന്നു എന്ന് വെക്കുക, മുട്ടുമടക്കി വേണം സാധനങ്ങൾ എടുക്കാൻ, മുമ്പോട്ട് നടുവിൻ്റെ അവിടെ മടങ്ങി എടുക്കാൻ പാടില്ല. വെയിറ്റ് കൂടുതലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു, അടുക്കളയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി വെക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബെൽറ്റ് ആ സമയത്ത് ധരിക്കുന്നത് നടുവിന് ഒരു സപ്പോർട്ട് കിട്ടിയേക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സർസൈസാണ്. നടുവിൻ്റെ എക്സർസൈസ്, നമ്മളുടെ കോർ, ഈ കഴുത്തിൻ്റെ ഈ ഭാഗം മുതൽ ഇടുപ്പിൻ്റെ ആ ഭാഗം വരെയുള്ള ഏരിയയ്ക്കാണ് കോർ എന്ന് പറയുന്നത്. ലോവർ ബാക്ക് സ്ട്രെങ്തനിങ് എക്സർസൈസസ്, കോർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സർസൈസുകൾ, പിന്നെ നമ്മുടെ വയറ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സർസൈസുകൾ, ഇവ ചെയ്യുന്നത് രോഗികൾക്ക് ഒത്തിരി ആശ്വാസം കിട്ടുകയും മുമ്പോട്ടേക്ക് ഈ ലിസ്ഥസിസ് വഷളാകുന്നത് തടയിടാനും സഹായിക്കും. പിന്നെ മരുന്നുകളിലേക്ക് വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തേയ്മാനത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കാൽഷ്യം പോലെയുള്ള മരുന്നുകൾ, വൈറ്റമിൻ ഡി ഒക്കെ കുറവാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ഇവയും നമ്മൾ കൊടുക്കും. കാലിലേക്കുള്ള വലിച്ചിലും ബുദ്ധിമുട്ടും കുറയ്ക്കുന്നതിന് പ്രിഗബലിൻ, ഗാബാപെൻറ്റിൻ, ഡുലോക്സെറ്റിൻ എന്നൊക്കെയുള്ള ചില മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. സ്ഥിരമായി ബെൽറ്റ് ധരിച്ച് ഇതിന് പരിഹാരം കാണുന്നവർ നടുവിന് എക്സർസൈസ് നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം ഓർക്കണം. വ്യായാമ മുറകളിലൂടെ വെയിറ്റ് കുറച്ച് മറ്റ് മരുന്നുകളിലൂടെയൊക്കെ ബുദ്ധിമുട്ടിന് ഒട്ടും ആശ്വാസമില്ലാത്തവർ, കുറച്ച് ദൂരം പോലും നടക്കാൻ പറ്റുന്നില്ല, ഒരു 2 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിന്നെ മൂത്രം ഒഴിക്കുന്നതിന് തടസ്സമോ വയറ്റിൽ നിന്ന് പോകുന്നതിന് കൺട്രോൾ ഇല്ലാതിരിക്കുകയോ നമ്മൾ ഇരിക്കുന്ന ആ ഭാഗത്ത് മരവിപ്പോ വരുമ്പോഴൊക്കെയാണ് നമ്മൾ രോഗികൾക്ക് സർജറി അഡ്വൈസ് ചെയ്യുക. സർജറിയിൽ ഈ തെന്നി മാറിയിരിക്കുന്ന അസ്ഥികൾ നേരെ അത് പിടിച്ചിടുകയും അവ സ്ക്രൂ ഇട്ട് ഉറപ്പിക്കുകയും ആ ഞരമ്പുകൾക്ക് പോകാനുള്ള സ്പൈനൽ കനാൽ അത് സ്പേസ് ഉള്ളതാക്കി എടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇതൊരു മേജർ സർജറിയാണ്. മറ്റ് വഴികൾ സ്വീകരിച്ച് മാറാത്തവരിലും മെഡിക്കലി നെസസറി ആയവരിലുമാണ് ഈ സർജറി ഉപകാരപ്രദമാവുക. പക്ഷെ നല്ലൊരു സ്പൈൻ സർജൻ്റെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ വളരെ ആശ്വാസം കിട്ടുന്ന, രോഗിയുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തന്നെ മാറ്റിമറിക്കുന്ന ഒരു സർജറിയാണ് ഈ ലംബാർ സ്പോണ്ടൈലോലിസ്ഥസിസ് സർജറി. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും, ഈ രോഗം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രം നമ്മൾ സർജറിയിലേക്കൊന്നും നീങ്ങുകയില്ല. രോഗിയുടെ ലക്ഷണത്തിനെ ആശ്രയിച്ചായിരിക്കും. ടെസ്റ്റിനല്ല ചികിത്സ, രോഗിക്കും രോഗിയുടെ ലക്ഷണങ്ങൾക്കുമാണ് ചികിത്സ. നന്ദി.